ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഓവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കറിയാം നമ്മൾ ഏകദേശം ഒരു മാസമായല്ലേ വീഡിയോ ചെയ്തിട്ട്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും മറ്റ് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം ഇനി വരുന്ന ആഴ്ചകളിൽ ഡെഫിനറ്റായിട്ടും ഒരു 2 വീഡിയോസെങ്കിലും ആഴ്ചയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 8 ways യുവർ ഈഗോ ഈസ് ഡിസ്ട്രോയിങ് യുവർ ട്രേഡ്സ്. അതായത് നിങ്ങളുടെ അഹംഭാവം എന്ന് പറയുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഇമോഷൻ കാരണം നിങ്ങൾ ട്രേഡിങ്ങിൽ നഷ്ടം വരുത്താനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഈ 8 വഴികളിലൂടെയാണ് നിങ്ങൾ ഈ ഈഗോ കാരണം നിങ്ങൾ ട്രേഡിങ്ങിൽ നഷ്ടം വരുത്തുന്നത് എന്ന് സമർത്ഥിച്ച് തരുന്ന ഒരു വീഡിയോ കൂടിയാണിത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കണ്ട് കഴിയുന്നതിലൂടെയെങ്കിലും നിങ്ങൾ ഈ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം ട്രേഡിങ്ങിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, കാരണം അതിൻ്റെ ഒരു മോശമായിട്ടുള്ളൊരു അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ഈഗോ എന്ന് പറഞ്ഞാൽ? അതായത് ഒരാളുടെ ഒരു തരത്തിലുള്ള ഒരു വികാരമാണ് അല്ലേ. ഞാൻ ഒരിക്കലും തെറ്റാവില്ല അല്ലേ, ഞാൻ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും, മാർക്കറ്റാണ് തെറ്റ്, ഞാൻ പറയുന്ന ഡയറക്ഷനിൽ എന്തായാലും മാർക്കറ്റ് പോകും, അതെത്ര സ്റ്റോപ്പ് ലോസ് അടിച്ച് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ എത്തിയാൽ പോലും, അതായത് വലിയൊരു നഷ്ടം നിങ്ങൾ കണ്ടാൽ പോലും അറ്റ് ലാസ്റ്റ് മാർക്കറ്റ് 330 ആവുമ്പോഴേക്കും നിങ്ങൾ പ്രോഫിറ്റിൽ അവസാനിക്കും എന്നൊരു തെറ്റായിട്ടുള്ളൊരു മിഥ്യാധാരണയാണ് ഈ ഈഗോ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ എനിക്കെല്ലാം അറിയാം, ഐ നോ എവറിത്തിങ്, ഐ ഡോണ്ട് നീഡ് റൂൾസ്, എനിക്കൊരു റൂളും വേണ്ട, എനിക്ക് ഞാൻ പറയുന്നതാണ് റൂള് എന്നൊക്കെയുള്ള തീരുമാനത്തിലൂടെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 8 ഈഗോ ഡ്രിവൺ ബിഹേവിയേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഹൗ യുവർ മൈൻഡ് ട്രിക്സ് യു ഇൻ ടു ഇഗ്നോറിങ് ദ റിസ്ക്. അതായത് പല റിസ്ക്കുകളും നിങ്ങൾ വിചാരിക്കുന്നത് അത് വലിയൊരു റിസ്ക് അല്ല, ഓക്കെ, അത് യഥാർത്ഥത്തിൽ ഒരു വലിയ റിസ്ക് ആയിരിക്കും എന്നുള്ളൊരു ഒരു വിചാരം പോലും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ചെയ്യുന്ന എന്താണ്? നിങ്ങളാണ് ശരി എന്ന് പറയുന്ന ഒരു വികാരം, നിങ്ങളെപ്പോഴും ശരിയാണ് എന്ന് പറയുന്ന ഒരു വികാരമാണ് നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഈഗോ എന്ന് പറയുന്നൊരു സംഭവം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എന്താണ്? റെഫ്യൂസിങ് ടു ആക്സെപ്റ്റ് യു ആർ റോങ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, നിങ്ങൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങളെപ്പോഴും ശരിയാണ് എന്നൊരു വിചാരത്തിൽ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നഷ്ടമാണ് കൂടുതൽ വരുത്തുന്നതെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഈഗോനെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും തുനിയില്ല. നിങ്ങൾക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈഗോ ജയിക്കട്ടെ എന്നൊരു തീരുമാനത്തിലായിരിക്കും പല ട്രേഡേഴ്സും ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 95% ട്രേഡേഴ്സ് ലോസ് വരുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ടൊരു പങ്ക് ഈഗോ എന്ന് പറയുന്നൊരു ഇമോഷൻ വരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. യുവർ ഈഗോ ഇക്വൈറ്റ്സ് ലോസിങ് വിത്ത് പേഴ്സണൽ ഫെയിലിയർ, സോ യു ഹോൾഡ് ഓൺ ടു ബാഡ് ട്രേഡ്സ് അല്ലേ. നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് അപ്പോൾ ആ ട്രേഡ് റോങ് സൈഡിലാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കും അത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാജയമാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്താ പറയുക ആ ഒരു ലോസിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ്സ് പണിഷ് പ്രൈഡ് അല്ലെ. പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് എക്സിറ്റ് വെൻ പ്രൂവൺ റോങ് വിതൗട്ട് ഹെസിറ്റേഷൻ. അതായത് മാർക്കറ്റിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവർ റോങ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ആ സ്പോട്ടിൽ തന്നെ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ആവും എന്നുള്ളത്. ഈഗോ ഉള്ള ട്രേഡർ ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങൾ കാലക്രമേണ വരുത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് 1 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിലും 2, 3, 4, 5 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ കൂടി അവർക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു വികാരം 1, 2, 3 പ്രാവശ്യം ട്രേഡിങ്ങിൽ വന്നാൽ മതി, അവർ ഓൾറെഡി ഉണ്ടാക്കിയ പല പ്രോഫിറ്റും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിഷ്പ്രയാസം സാധിക്കും. ഓക്കെ, ഈ രണ്ടാമത്തത് റിവെഞ്ച് ട്രേഡിംഗ് ടു വിൻ ബാക്ക് അല്ലേ. റിവെഞ്ച് ട്രേഡിംഗ് എന്താണ്? യു ഫീൽ ഇൻസൾട്ടഡ് ബൈ ദ മാർക്കറ്റ് ആൻഡ് വാണ്ട് ടു ഗെറ്റ് ഈവൻ. ദിസ് ടേൺസ് ട്രേഡിംഗ് ഇൻ ടു an emotional war and ego always loses that battle. അതായത് നിങ്ങളൊരു ട്രേഡിൽ പരാജയപ്പെട്ടു. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരുപാട് ട്രേഡേഴ്സിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും അതിനൊന്ന് ബ്രേക്ക് ഈവൻ ഉണ്ടാക്കണം, ലാഭവുമില്ല നഷ്ടവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നാണ് പല ട്രേഡേഴ്സും വിചാരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? തൊട്ട് മുമ്പ് നിങ്ങൾ നല്ല രീതിക്ക് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ട്രേഡ്, നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് ഒക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ ട്രേഡ് എടുത്തത് എങ്കിൽ കൂടി അടുത്ത തവണ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് ബ്രേക്ക് ഈവനിൽ വരണം. അപ്പോൾ നിങ്ങൾ അത്രയൊന്നും അനലൈസ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്യും. ഓക്കെ, അത് തന്നെ ഒരു വളരെ വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ റിവെഞ്ച് ട്രേഡിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ,
ഈ റിവെഞ്ച് ട്രേഡിംഗ് നിങ്ങൾ ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കും? ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് ആ ഒരു ട്രേഡിൽ കിട്ടിയേക്കാം. പക്ഷെ നിങ്ങൾ ബ്രേക്ക് ഇവണിൽ എത്തിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ട്രേഡ് എടുക്കും. ഇതേപോലെ തന്നെ, അതായത് കൃത്യമായിട്ടുള്ള അനലൈസ്, ഏറ്റവും ആദ്യം എടുത്ത ട്രേഡ് പോലെ അല്ലാതെ പെട്ടെന്നൊരു ത്വരയിൽ നിങ്ങളൊരു ട്രേഡ് എടുക്കും, എങ്ങനെയെങ്കിലും ബ്രേക്ക് ഈവണിലാവണം എന്ന് കരുതിയിട്ട്. ഓക്കെ, അത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഈ റിവെഞ്ച് ട്രേഡിങ് യാതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ നഷ്ടത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഈഗോൻ്റെ, അതായത് ഈ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം വരുത്തുന്ന രണ്ടാമത്തെ ഒരു വലിയൊരു ഒരു ഫോൾട്ടാണ്, അല്ലെങ്കിൽ വലിയൊരു തെറ്റാണ് ഈ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈഗോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പല ടിപ്സും ട്രിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തത്, ഓവർ സൈസിങ് ടു പ്രൂവ് യു ആർ റൈറ്റ്. എന്താണ് ഓവർ സൈസിങ് എന്ന് പറഞ്ഞാൽ? യു ഇൻക്രീസ് ആ പൊസിഷൻ സൈസ് ടു prove you still have control. This is ego hijacking your risk management and it usually ends in disaster. അപ്പോൾ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ, നമ്മൾ പണ്ട് ഒരു കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് കാര്യങ്ങൾ പൊസിഷൻ സൈസിങ്ങിനെ പറ്റിയിട്ട് ഒരു തുടക്കക്കാരൻ എന്താണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്ന ആളെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് പൊസിഷൻ സൈസിങ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അതായത് ഒരു ട്രേഡിങ്ങിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യണം, നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ 10 ലക്ഷം കംപ്ലീറ്റ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഇട്ടിട്ട് ആ 10 ലക്ഷത്തിന് ഫുള്ള് ലെവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു പരിപാടി അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യണം. അതിലൊരു 10% നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന് എത്ര പെർസെൻറ്റേജ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രേഡിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പേ തീരുമാനിക്കണം. ഓക്കെ, അതായത് ഇപ്പം നാളെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇന്ന് രാത്രിയെങ്കിലും നിങ്ങൾ അത് പ്ലാൻ ചെയ്ത് വേണ്ടിയിട്ട് നിൽക്കുക. അല്ലാതെ നാളെ രാവിലെ ഒരു 9 മണി ആയി കഴിയുമ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾ 10 ലക്ഷം കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഏത് ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഇട്ടുള്ളത് അതിലിടുക, എന്നിട്ട് അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ പെട്ടെന്ന് വൈപ്പ് ഔട്ട് ആവും. ഓക്കെ, അപ്പോൾ ആ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ട്രേഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പ്രോഫിറ്റ് സെക്കൻഡറി ആണ്, ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ട്രേഡേഴ്സ് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നാലാമത്തത്, ഇഗ്നോറിങ് യുവർ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതാണ് അടുത്തത്, അല്ലേ? ഈഗോ വിസ്പേഴ്സ് ദിസ് ടൈം ഈസ് ഡിഫറെൻറ്റ്, യു ആർ സ്മാർട്ടർ. അതായത് നിങ്ങൾക്ക് എന്തായാലും ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവും. അത്യാവശ്യം നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും അവർക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവും. ചിലപ്പോൾ അത് പ്രൈസ് ആക്ഷൻ ആവാം, ചിലപ്പോൾ അത് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആകാം, അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുക ട്രേഡിംഗ് പ്ലാനോട് കൂടി ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ ഒരുപാട് ട്രേഡേഴ്സിന്, പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സിന് കൂടി സംഭവിക്കുന്ന കാര്യമാണ്, ചില സമയങ്ങളിൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾ പെട്ടെന്ന് കാണും. നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ചില്ല അല്ലാതെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾ കാണും. അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഈഗോ നിങ്ങളോട് മന്ത്രിക്കും, ചെറിയ രീതിക്ക് ഇങ്ങനെ മന്ത്രിക്കും. നിങ്ങളുടെ സെറ്റപ്പിന് നിങ്ങളിപ്പം മൈൻഡ് ചെയ്യേണ്ട, ഇപ്പോൾ ഈ ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ മനസ്സിൽ വന്ന് പറയും. നിങ്ങൾ ആ സ്പോട്ടിൽ ട്രേഡ് എടുക്കും, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി അല്ലാതെ, അല്ലേ? ആ ഒരു മൊമെൻറ്റം കണ്ടിട്ട് നിങ്ങളവിടെ ട്രേഡ് എടുക്കും. ആ ട്രേഡ് എടുക്കുമ്പോൾ ആ ഒരു സ്പോട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് അവിടെ കാണാൻ പറ്റും. പക്ഷേങ്കിൽ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ അത് നേരെ റിവേഴ്സ് ആവും, നിങ്ങളുടെ ഓപ്പോസിറ്റ് പോകും. നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങളുടെ ഈഗോ പറയും അതെന്തായാലും തിരിച്ച് കയറും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ അവിടെ ഇരിക്കും, അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? അറ്റ് ലാസ്റ്റ് നിങ്ങൾ ആ ദിവസം വലിയൊരു നഷ്ടത്തിലൂടെ നിങ്ങൾ ഇറങ്ങേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഇഗ്നോറിങ് യുവർ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഈഗോ നിങ്ങളെ കൊണ്ടെത്തിക്കും, അല്ലേ? നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങളുടെ ഈഗോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇനി അഞ്ചാമത്തത്, നീഡിങ് ടു ബി റൈറ്റ് നോട്ട് പ്രോഫിറ്റബിൾ. യുവർ ഈഗോ വാണ്ട്സ് എ ഹൈ വിൻ റേറ്റ് ഈവൺ ഇഫ് ഇറ്റ്സ് സ്മോൾ പ്രോഫിറ്റ്സ് ആൻഡ് ബിഗ് ലോസസ്. റിയൽ പ്രോസ് കെയർ അബൌട്ട് ബീങ് കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ, നോട്ട് ബീങ് റൈറ്റ്. പിന്നെ ഒരു സംഭവമാണ് നിങ്ങളുടെ ഈഗോന് വേണ്ടത്, ഹൈ വിൻ റേറ്റ് നിങ്ങൾക്ക് വേണം, ഈവൺ ഇഫ് ഇറ്റ്സ് സ്മോൾ പ്രോഫിറ്റ്സ് ആൻഡ് ബിഗ് ലോസസ്. അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു 10,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ
നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 3% അല്ലെങ്കിൽ എന്താ പറയുക 2% അല്ലെങ്കിൽ 1% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾ വലിയൊരു വിൻ റേറ്റ് ആണ് ഒരു വർഷത്തിൻ്റെ ഇടവേള ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ അളവിലുള്ള റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ പല ട്രേഡേഴ്സും എന്താ പറയുന്നത്, അവർ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റലിനെ 50%, 20%, 30% ഒക്കെ പ്രോഫിറ്റ് വേണം എന്ന് കരുതിയിട്ട് കെപ്റ്റ് ഓൺ ഹോൾഡ് ചെയ്യും അല്ലേ. വലിയ പ്രോഫിറ്റ് വേണം എന്നുള്ള രീതിയിൽ, വലിയ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഗെയിൻ ചെയ്യണമെന്ന രീതിയിൽ പിടിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഒരു പക്ഷേ അവർ ചിലപ്പോൾ 10-20% കണ്ടിട്ടുണ്ടാവും, എന്നാൽ പോലും അവരവിടെ നിന്ന് എക്സിറ്റ് ആവാതെ നിൽക്കും. എന്നിട്ട് നേരെ മാർക്കറ്റ് ഓപ്പോസിറ്റ് വരും, അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓവർ ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ റിവഞ്ച് ട്രേഡ് ചെയ്യും, അങ്ങനെ വലിയ ലോസിലേക്ക് പോകും. നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് വെക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത് ഇപ്പോൾ 10 ലക്ഷമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിൽ, ടോട്ടൽ ട്രേഡിംഗ് ക്യാപിറ്റൽ എങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുക. അപ്പം നിങ്ങൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപയൊക്കെ പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ക്യാപിറ്റലിൻ്റെ 2% റിട്ടേൺ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക, വീണ്ടും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. ഹീറോ ഓർ സീറോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് മാർക്കറ്റിൽ അല്ലേ. അത് നിങ്ങൾ റിസ്ക് ചെയ്യുന്നൊരു ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളുടെ 5,000 ആണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിന് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നീട് ബോധറാവരുത്. ചിലപ്പോൾ ആ 5,000 ചിലപ്പോൾ നിങ്ങൾക്ക് 25,000, 30,000 ഒക്കെ എക്സ്പയറി ഡേയ്സിൽ തന്നേക്കാം. പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് പോയാലോ, നിങ്ങളുടെ 5,000 കംപ്ലീറ്റ് ആയിട്ടും വൈപ്പ് ഔട്ട് ആകും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടമാവും എന്നുള്ളൊരു ധാരണയിൽ വേണം നിങ്ങളവിടെ ആ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 6ാമത്തത് ബ്രാഗിങ് ആഫ്റ്റർ വിൻസ്. ഒരുപാട് ട്രേഡേഴ്സിനെ കാണാൻ പറ്റുമല്ലേ, സെലിബ്രേറ്റ് പീക്ക് വിൻസ് പബ്ലിക്കലി. അതായത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമേഴ്സ് ഉണ്ടല്ലേ, ഒരു അത്യാവശ്യം ഒരു ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വലിയ രീതിയിൽ അത് കൊട്ടിഘോഷിക്കും. മോസ്റ്റ് പ്രോബബ്ലി അവരുടെ കോഴ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപാട് ട്രേഡേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. ദിസ് ബിൽഡ്സ് പ്രഷർ ടു റിപ്പീറ്റ് സക്സസ് ആൻഡ് ക്രിയേറ്റ്സ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ലോസസ്. പിന്നീട് സംഭവിക്കും, അങ്ങനെ ഒരു 10 ലക്ഷം രൂപ അവർ ഒരു ട്രേഡിങ്ങിൽ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് ആ ഒരു 10 ലക്ഷം തന്നെ ഇനി വീണ്ടും കാണിക്കണം എന്നുള്ളത് വരെയൊക്കെ അവർക്ക് വീണ്ടും വന്നേക്കാം അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള ഈഗോ നിങ്ങൾ കൺട്രോൾഡ് ആക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ആ 10 ലക്ഷം അല്ലെങ്കിൽ വലിയൊരു അളവിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ള ത്വരയിൽ നിങ്ങൾ എന്താ പറയുക, ബുദ്ധിപരമല്ലാത്ത ട്രേഡ് എടുത്തിട്ട് നഷ്ടം വരുത്താനുള്ള പോസിബിലിറ്റിയും കൂടുന്നതായിരിക്കും. ഇനി 7ാമത്തത് ബ്ലെയിമിങ് ദ മാർക്കറ്റ്. Instead of learning from mistakes, you blame news, brokers or manipulation. This protects your ego but blocks your growth. അതായത് പലപ്പോഴും നിങ്ങളുടെ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പം ഒരുപാട് ട്രേഡേഴ്സ് പറയുന്നതാണ് ഇത് മാർക്കറ്റിൻ്റെ മിസ്റ്റേക്കാണ്, നിങ്ങളുടേതായിട്ടുള്ള മിസ്റ്റേക്ക് അല്ല എന്നുള്ളത്. അതും കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അതായത് നിങ്ങളുടെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ട്രേഡ് റോങ് ആയിട്ട് പോയതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ് നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ. ഓക്കെ, അപ്പോൾ ഈഗോ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി 8ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾഡിംഗ് ട്രേഡ്സ് ജസ്റ്റ് ടു അവോയ്ഡ് റിഗ്രറ്റ്. ഒരു കുറ്റബോധം അല്ലെങ്കിൽ പശ്ചാത്താപം മറിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചിലപ്പം ട്രേഡ് ഹോൾഡ് ചെയ്യും. യു കീപ് ലോസിങ് ട്രേഡ്സ്. അതായത് നിങ്ങൾ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് ഓപ്പൺ ചെയ്ത് വെക്കും. അതായത് നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് ആവാതെ നഷ്ടം ഒരുപാട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കും. ഹോപ്പിംഗ് ഫോർ എ മിറാക്കിൾ, ഒരു വലിയൊരു അത്ഭുതം നടക്കാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് കരുതിയിട്ടല്ലേ. അതായത് നിങ്ങളുടെ എഗെയിൻസ്റ്റ് പോയിക്കൊണ്ടിരുന്ന് ഒരു 5, 10, 15 അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് ശക്തമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകും, എന്നിട്ട് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നിട്ടൊരു മിറാക്കിളിൽ നിങ്ങൾ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന ട്രേഡിനെ ഹോൾഡ് ചെയ്ത് വെക്കും, ഈഗോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ. ഓക്കെ, ബട്ട് ഈഗോ ഡ്രിവൺസ് ഹോപ്പ് ഡിലൈസ് റാഷണൽ എക്സിറ്റ് ആൻഡ് ഡീപ്പ് ആൻഡ് ലോസ്. ഇത് നിങ്ങളുടെ നഷ്ടത്തിൻ്റെ അളവ് കാലക്രമേണ കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴാണ് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത്, ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക. മാക്സിമം 1, 2 ട്രേഡ് മാത്രം ഒരു ദിവസം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ കൂടുതൽ ട്രേഡ് യാതൊരു കാരണവശാലും എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഈഗോനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ക്രിയേറ്റ് എ പ്രീ ട്രേഡ് ഈഗോ ചെക്ക് ലിസ്റ്റ്, എ ക്വിക്ക് സെൽഫ് ചെക്ക് ബിഫോർ എവറി എൻട്രി. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡിംഗ് ടെർമിനലിൽ നിങ്ങൾ രാവിലെ 9:15 നിങ്ങളുടെ ടേബിളിൻ്റെ അടുക്ക് പോയിരിക്കുന്നത് എങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ശാന്തമാണോ എന്നുള്ളതാണ്. ആ മൈക്കാം
ഇനി നിങ്ങൾ ശാന്തമല്ല എങ്കിൽ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക അല്ലേ, പ്രാണായാമം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 5, 10, 15 മിനിറ്റ് വ്യക്തമായിട്ട് അല്ലെങ്കിൽ നല്ല യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളവിടെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം കാമായിട്ടുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ദിസ് ട്രേഡ് ഈസ് ഇൻ മൈ പ്ലാൻ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കും നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവും. നിങ്ങൾക്കുള്ള ട്രേഡിംഗ് പ്ലാനിൽ, അതായത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ സെറ്റപ്പ് വന്നത് എങ്കിലും മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആം ഐ റിസ്കിങ് വാട്ട് ഐ ക്യാൻ അഫോർഡ് ടു ലോസ്. എനിക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന ഒരു എമൗണ്ട് മാത്രമാണ് ഇവിടെ റിസ്ക് ആവുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. 10 ലക്ഷം രൂപയുള്ള ഒരാളാണെങ്കിൽ 1% റിസ്ക് വെക്കാം. 10,000 രൂപ ഒരു ദിവസം റിസ്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ 10,000-ന് മുകളിൽ റിസ്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ട്രേഡ് എടുക്കരുത്. 10,000 വരെ നിങ്ങൾക്ക് റിസ്ക് ചെയ്യാം, അല്ലെങ്കിൽ അഫോർഡബിൾ ആണ് എങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മളെ വീഡിയോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈഗോനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ആണോ നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ട്രേഡിംഗ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ ട്രേഡിങ്ങിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പം ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കാം. Ego is the costliest trader in the room. Don't let it trade your account. Okay. Apply just one fix today and you will instantly trade with more clarity. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷോർട്ടായിട്ട് ഏതെങ്കിലും ഒരു പേപ്പറിലൊക്കെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പേപ്പറിൽ അതായത് നിങ്ങൾ ഈ എഴുതി വെച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈഗോ ആണ് നിങ്ങളെ ഇവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ആ ഡിസിഷൻ യാതൊരു കാരണവശാലും എടുക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഈഗോ എന്ന് പറയുന്ന ഒരു വില്ലനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം.